ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എറർ കൺട്രോളാണ്. അതായത് ഡാറ്റ ലിങ്ക് കൺട്രോളിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് എറർ കൺട്രോൾ എന്ന് പറയുന്നത്. എറർ കൺട്രോളിൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ, ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന എറർ ഡിറ്റക്ഷനും കറക്ഷനും ഡാറ്റ റീട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതിൽ ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ARQ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ടൈം ആൻഡ് എറർ. അതായത് നമ്മൾ ഏതെങ്കിലും ടൈമിൽ എറർ ഒക്കർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ എക്സ്ചേഞ്ച് ചെയ്ത് അതായത് നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അതിനെ റിട്ടേൺ ചെയ്യുന്നതും ആ സ്പെസിഫൈഡ് ഫ്രെയിംസിനെ റീസെൻഡ് ചെയ്ത് കൊടുക്കുന്നതുമായിട്ടുള്ള പ്രോസസ്സാണ് നമ്മളുടെ ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ARQ. അതിൻ്റെ ശരിക്കും ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എനി ടൈം an error is detected in an exchange, a negative acknowledgement is returned and specified frames are retransmitted. This process is called automatic repeat request, ARQ. Okay. റീട്രാൻസ്മിഷൻ ചെയ്യാൻ സാധ്യത വരുന്ന ഒരു 3 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് ഇസ് ഡാമേജ്ഡ് ഫ്രെയിം, നമ്മൾ അയക്കുന്ന ഫ്രെയിം ഡാമേജ് ആവുക. സെക്കൻഡ് കേസ് ലോസ്റ്റ് എവിടെയെങ്കിലും വെച്ച് മിസ്സായി പോവുക. തേർഡ് വൺ ലോസ്റ്റ് അക്നോളജ്മെൻറ്റ് മിസ്സായി പോവാം. ഇങ്ങനെ 3 കേസസ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഈ ARQൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് റിക്കവർ ചെയ്ത് കൊടുക്കാം, റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ ARQ വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്ലോ കൺട്രോളിൻ്റെ ഹെൽപ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലോ കൺട്രോൾ എറർ കറക്ഷനുമായിട്ട് ടൈപ്പാണ്, ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്സ് ആയിട്ടുള്ള വെയിറ്റ് ആൻഡ് സ്റ്റോപ്പ്, സ്ലൈഡിങ് വിൻഡോ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ എന്താ നോക്കാം. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു ഫ്രെയിം സെൻഡ് ചെയ്യും, അക്നോളജ്മെൻറ്റ് റിസീവ് ആയതിന് ശേഷം അടുത്ത ഫ്രെയിം സെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഡാമേജോ ലോസോ ആയോ എന്നുള്ളത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിനെ പറ്റിയുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡയഗ്രമാണ്. ഓക്കെ, ഈ ഡയഗ്രത്തിലേക്ക് നോക്കാം. ഇത് സെൻറ്റർ റിസീവർ 2 സ്റ്റേഷൻസ് ഉണ്ട്. സെൻറ്റർ ഒരു ഡാറ്റ 0 എന്നൊരു ഡാറ്റ സെൻഡ് ചെയ്തു. ഇതിൻ്റെ ഒരു ഇത് പറയാം, 0ഉം 1ഉം ആയിട്ടാണ് ഇവർ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 0 ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അക്നോളജ്മെൻറ്റ് 1 എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചെങ്കിൽ ദേ ഗോട്ട് 0, ദേ ആർ എക്സ്പെക്റ്റിംഗ് 1. അടുത്തത് 1 എന്ന ഡാറ്റയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മീൻസ് സെൻറ്റർ എന്ത് ചെയ്യണം, 1 എന്നുള്ള ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പോൾ അക്നോളജ്മെൻറ്റ് എന്താ വരിക, 0. ദാറ്റ് മീൻസ് ദേ ഗോട്ട് 1, ദേ ആർ എക്സ്പെക്റ്റിംഗ് 0. 0s and 1s ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് വരിക. ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്നാൽ, പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ NAK നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് പാസ് ചെയ്യും. നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതിനെ നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യാം. ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ, ഒരു ഫ്രെയിം ഡാമേജ് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി ഇതിൽ തന്നെ ലോസ്റ്റ് എവിടെയെങ്കിലും വെച്ച് മിസ്സാവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് ഡയഗ്രാം. മിസ്സാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഡാറ്റ 0 സെൻഡ് ചെയ്തു, അത് ഇൻ ബിറ്റ്വീനിൽ വെച്ച് മിസ്സായി, അവിടെ എത്തിയില്ല. ഓക്കെ, സോറി, ആ ഡയഗ്രാം ഇതിനകത്തില്ല അല്ലേ. ഇപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്തത് ഞാൻ ഈ ഡയഗ്രാം വെച്ച് തന്നെ പറയാം. ഞാൻ ആ ഡയഗ്രാം വേറെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്തു, അത് ഇൻ ബിറ്റ്വീനിൽ വെച്ചിട്ട് മിസ്സായി, റിസീവറിലേക്ക് എത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യിച്ചെങ്കിൽ ടൈം ഔട്ട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. ടൈം ഔട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ടൈം സ്ലോട്ട് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ആ ടൈം സ്ലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡാറ്റ വീണ്ടും ആ 0 എന്നുള്ള ഡാറ്റ റീസെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് അക്നോളജ്മെൻറ്റ് വരികയാണെങ്കിൽ അക്നോളജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് സ്ലൈഡിങ് വിൻഡോയിൽ എന്താ നടക്കുന്നത് നോക്കാം. ഓക്കെ, സ്ലൈഡിങ് വിൻഡോ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്,
സെൻറ്റർ സൈഡും റിസീവർ സൈഡും 2 വിൻഡോസ് ഉണ്ടായിരിക്കും. അതിൽ ഡാറ്റ ഫ്രെയിംസ് ആയിട്ട് n ആണെങ്കിൽ n നമ്പർ ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ n-1 എന്ന രീതിയിൽ സെൻഡ് ചെയ്യും. അവിടെ അക്നോളജ്മെൻറ്റ്, നെഗറ്റീവ് അക്നോളജ്മെൻറ്റും പോസിറ്റീവ് അക്നോളജ്മെൻറ്റും എല്ലാം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്, ഒന്ന് ഗോ ബാക്ക് എൻ ARQ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗോ ബാക്ക് എൻ ARQയിൽ ഡാമേജ് ഫ്രെയിം ആണെങ്കിൽ, ഡാമേജ് ഫ്രെയിം ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നോക്കാം. ഇത് നമ്മൾ ഡാറ്റ ഫ്രെയിംസ് ആയിട്ട് 0 to ഇപ്പോൾ 8 ഫ്രെയിംസ് ആണ് അയക്കുന്നത് വെച്ചെങ്കിൽ 0 to 7 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും പോവുക. നമ്മൾ ഓരോന്ന് സെൻഡ് ചെയ്യുന്നതനുസരിച്ച് അക്നോളജ്മെൻറ്റ് റിസീവ് ആവുന്നതനുസരിച്ച് റൈറ്റ് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഗോ ബാക്ക് അതിൽ എങ്ങനെയാണ് അക്നോളജ്മെൻറ്റ് ഡാറ്റ പാസ് ചെയ്ത് നോക്കാം. അപ്പോൾ 0 എന്നുള്ള ഡാറ്റ പാസ് ചെയ്തു, 1 എന്ന ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്, 2 എന്ന ഡാറ്റ പാസ് ചെയ്യുന്നു, 3 എന്ന ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3 എന്ന ഡാറ്റ പാസ് ചെയ്യുമ്പം നമുക്കവിടെ എററാണ് വരുന്നത്, ഡിസ്കാർഡ് ചെയ്യും. കാരണം ബിഫോർ 0, 1, 2 എന്ന് പാസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് അക്നോളജ്മെൻറ്റ് നമുക്ക് വരികയാണ് 3, എക്സ്പെക്റ്റിംഗ് 3 എന്നൊരു അക്നോളജ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അതവിടെ 3 എന്നത് നമുക്ക് റിസീവ് ആവുന്നതിന് മുന്നേ അക്നോളജ്മെൻറ്റ് പാസ് ചെയ്യുന്ന കാരണം അവിടെ 3 അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. നമ്മൾ അക്നോളജ്മെൻറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് 3 അവിടെ എത്തുന്നത്. പക്ഷേ 3 അവിടെ എത്തിക്കഴിയുമ്പോൾ അത് ഡാമേജ് ആയിട്ടാണ് വരുന്നത്. ഡാമേജ് ആയിട്ട് വരുന്നത് കാരണം ആ 3 എത്താതെ, ഇനി 3 തിരിച്ചങ്ങോട്ട് കിട്ടാതെ വേറെ എന്ത് വന്നാലും അത് ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ഇപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സെൻറ്ററിൻ്റെ സൈഡിൽ നിന്ന് 4, അതായത് വെയിറ്റിംഗ് ഇല്ല, അവരിങ്ങനെ തുരുതുരാ അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 4 വരുന്നു, അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നു, 5 വരുന്നു, അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇനി 3 അവർക്ക് കിട്ടിയാലേ 3ക്ക് വേണ്ടിയിട്ട് എക്സ്പെക്റ്റിംഗ് 3 എന്ന് പറഞ്ഞിട്ടുള്ള അക്നോളജ്മെൻറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞു, 3 അവർക്ക് റിസീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ പിന്നീടുള്ളത് അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഇപ്പോൾ എന്തെങ്കിലും ഗോ ബാക്ക് എൻ എന്നുള്ള പ്രോസസ്സ്. ഗോ ബാക്ക് എൻ എന്നുള്ള പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് വരികയാണെങ്കിലും, ഡാമേജ് വരികയും അക്നോളജ്മെൻറ്റ് പ്രോപ്പറായിട്ട് റിസീവ് ആവുകയും ചെയ്യുന്നവരെ വേറെ എത്ര ഫ്രെയിംസ് നമ്മൾ പാസ് ചെയ്താലും, എത്ര ഡാറ്റ നമ്മൾ പാസ് ചെയ്താലും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. ആ അക്നോളജ്മെൻറ്റ് പ്രകാരം അവർ ഏതാണോ പറഞ്ഞിരിക്കുന്നത് അത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇടയിൽ ഫ്രെയിം ഡാമേജ് ആയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഡയഗ്രാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ അതേപോലെ ലോസ്റ്റ് ഡാറ്റ ഫ്രെയിം ഓക്കെ, ലോസ്റ്റ് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി എങ്ങനെ നോക്കാം. ഓക്കെ, ലീസൺ ഇതിൽ നോക്കൂ, ഇതിലിപ്പോൾ അക്നോളജ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിലെങ്ങനെയാ വെച്ചെങ്കിൽ ഡാറ്റ 0, 1, 2 വരെ നമ്മൾ സെൻഡ് ചെയ്തു, പക്ഷേ ഇടയിൽ വെച്ച് 2 ലോസ്ഡ് ആയി. അത് കഴിഞ്ഞിട്ട് 3 നമ്മൾ സെൻഡ് ചെയ്തു. 3 സെൻഡ് ചെയ്തപ്പോൾ 3 ഡിസ്കാർഡ് ചെയ്തു. 3 ഡിസ്കാർഡ് ചെയ്യാൻ കാരണം എന്താണ്, 0ഉം 1ഉം അവിടെ പ്രോപ്പറായി റിസീവ് ആയിട്ടുണ്ട്, പക്ഷേ 2 എന്നൊരു കണ്ടിന്യൂവേഷൻ അല്ലേ, 2 എന്നത് വന്നിട്ടില്ല, 3 വന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ്, നമുക്ക് 2 കിട്ടാണ്ട് എങ്ങനെ 3 ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ ഡിസ്കാർഡ് ചെയ്തിട്ട് അവിടെ നിന്ന് അക്നോളജ്മെൻറ്റ് വരികയാണ്, 2 വന്നിട്ടില്ല എന്നുള്ള അക്നോളജ്മെൻറ്റ് അങ്ങോട്ട് പാസ് ചെയ്യുക. 3 റിസീവ് ആയിട്ടുണ്ട്, പക്ഷേ 2 വന്നിട്ടില്ല, ഇൻ ബിറ്റ്വീനിലാണ്. അപ്പോൾ അതാണ് NAK, നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ അക്നോളജ്മെൻറ്റ് അവിടെ കിട്ടുന്നതിന് മുന്നേ അവിടെ നിന്ന് എന്ത് ചെയ്തു, 4നെ പാസ് ചെയ്തു. അപ്പോൾ അതിനെ ഡിസ്കാർഡ് ചെയ്തു. എന്നിട്ട് പിന്നെ അതിന് ശേഷം 2 നമ്മൾ റീസെൻഡ് ചെയ്ത് അക്നോളജ്മെൻറ്റ് അവിടെ കിട്ടുന്നത് എപ്പോഴാണ്, 4 അയച്ചതിൻ്റെ ശേഷമാണ് അക്നോളജ്മെൻറ്റ് കിട്ടുന്നത്. അപ്പം അതിന് ശേഷം 2, 3, 4 എല്ലാം പിന്നെ റിപ്പീറ്റായിട്ട് നമ്മൾ അയക്കണം, അതല്ലാതെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അതുമാതിരി തന്നെയാണ് അക്നോളജ്മെൻറ്റ് ഇടയിൽ മിസ്സാവുന്ന കേസ്. ഓക്കെ, അക്നോളജ്മെൻറ്റ് മിസ്സാവുന്ന കേസ് നോക്കൂ. അക്നോളജ്മെൻറ്റിൽ മിസ്സാവുമ്പോൾ അക്നോളജ്മെൻറ്റ് മിസ്സാവുന്ന ഡയഗ്രാം ഇതിലില്ല, അത് ഞാൻ അയച്ചു തരാം. അക്നോളജ്മെൻറ്റ് മിസ്സാവുമ്പോൾ എന്താ വെച്ചെങ്കിൽ എന്താ പ്രശ്നം വരിക വെച്ചെങ്കിൽ, ഇപ്പോൾ ഈ ഡയഗ്രാം തന്നെ വെച്ച് പറയുകയാണ്. ഇപ്പോൾ ഡാറ്റ 0, 1, 2 എന്നിവ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അക്നോളജ്മെൻറ്റും അവർ പ്രോപ്പറായിട്ട് ACK എന്ന് പറഞ്ഞിട്ട് ACK എക്സ്പെക്റ്റിംഗ് 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയച്ചു.
പക്ഷെ അത് ഇൻ ബിറ്റ്വീനിൽ അത് ലോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെൻറ്റർ ഒരു ടൈം സ്ലോട്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, ആ ടൈം സ്ലോട്ട് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യും. ടൈം സ്ലോട്ട് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നോ റെസ്പോൺസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വീണ്ടും 0, 1, 2 എന്ന് പറഞ്ഞ് തിരിച്ചയക്കും, റിസീവർക്ക് തിരിച്ചയക്കും. അതാണ് അക്നോളജ്മെൻറ്റ് ലോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നടക്കുന്നത്. ഡാറ്റ ഫ്രെയിം ലോസ്റ്റ് വന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അക്നോളജ്മെൻറ്റ് ലോസ്റ്റ് വന്നു കഴിഞ്ഞാൽ റിസീവർ അയച്ചിട്ടുണ്ടാവും, പക്ഷേ സെൻറ്ററിന് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, സെൻറ്റർ ആ ടൈം പീരീഡ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ അഗെയിൻ ട്രാൻസ്മിറ്റ് ഓൾ ദ ലാസ്റ്റ് ഫ്രെയിംസ്. അതെന്താ വെച്ചാൽ ആ ലാസ്റ്റ് ഫ്രെയിംസ് എല്ലാം അവർ കോപ്പി ആയിട്ട് സേവ് ചെയ്യും. കാരണം അത് അക്നോളജ്മെൻറ്റ് കിട്ടുന്നവരെ ആ കോപ്പി കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ അക്നോളജ്മെൻറ്റ് കിട്ടുന്നവരെ കോപ്പി കീപ്പ് ചെയ്തിട്ട് ആണ് അത് ഒഴിവാക്കുകയുള്ളൂ. അപ്പോൾ അക്നോളജ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ ആ ടൈം പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യും, റീസെൻഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് സെലക്റ്റീവ് റിജക്റ്റ് ARQ. സെലക്റ്റീവ് റിജക്റ്റ് ARQ എന്താണെന്ന് നോക്കാം. സെലക്റ്റീവ് റിജക്റ്റ് ARQയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഡാമേജ് ഓർ ലോസ്റ്റ് ഫ്രെയിംസിനെ മാത്രമേ സ്പെസിഫിക് ആയിട്ടുള്ള മാത്രം നോക്കിയിട്ട് റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയാണ് സെലക്റ്റീവ് റിജക്റ്റ് ARQ എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് നോക്കാം. ഒരു ഡാമേജ് ഫ്രെയിം ആണ്, അതിൽ ഇക്വേഷൻ ഈക്വൽ ടു n+1/2 n-1 ഉണ്ടെങ്കിൽ n+1/2 എന്നൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡാമേജ് ഫ്രെയിം എടുക്കുകയാണ്. ഡാമേജ് ഫ്രെയിം എടുക്കുമ്പോൾ അതിൽ ഡാറ്റ 0, 1, 2 എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്തു. 2 എന്നത് എറർ വന്നു. 2 എന്നത് എറർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് സെൻറ്റർക്ക് പാസ് ചെയ്യും. ദർ ഈസ് എൻ എറർ ഒക്കേർഡ് ഇൻ ഡാറ്റ 2. അപ്പോൾ വി നീഡ് അഗെയിൻ, അതായത് പ്ലീസ് റീസെൻഡ് എന്നുള്ള പറഞ്ഞിട്ടൊരു മെസ്സേജാണ് NAK2 എന്ന് പറഞ്ഞാൽ അയച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് റിസീവ് ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഡാറ്റ 3, 4, 5 മൂന്നും അയച്ചു കഴിഞ്ഞു. മറ്റ് സെക്ഷനിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അതെല്ലാം റിജക്റ്റ് ചെയ്തിട്ട് ആ 2നെ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി 3നെയും 4നെയും 5നെയും ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ആ 3നെയും 4നെയും 5നെയും ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, 2നെ റീസെൻഡ് ചെയ്ത് കൊടുക്കും. ഇത് അക്നോളജ്മെൻറ്റ് സെൻറ്റർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെൻറ്റർ എന്ത് ചെയ്യും, റീസെൻഡ് 2 മാത്രം റീസെൻഡ് ചെയ്താൽ മതി. ഇതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഡാമേജ് ഫ്രെയിംസ് സെലക്റ്റീവ് റിജക്റ്റ് ARQയിലെ ഡാമേജ് ഫ്രെയിംസ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ലോസ് വന്നാലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ആ ലോസ് വന്നതിന് മാത്രമുള്ള അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്തിട്ട് ആ ലോസ്റ്റ് ചെയ്തത് മാത്രം പാസ് ചെയ്ത് കൊടുക്കും. ലോസ്റ്റ് അക്നോളജ്മെൻ്റ് ആണെങ്കിലും ലോസ്റ്റ് ഫ്രെയിംസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡാറ്റ ലിങ്ക് കൺട്രോളിൽ വരുന്ന 3 ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ ലൈൻ ഡിസിപ്ലിൻ, സെക്കൻഡ് വൺ ഫ്ലോ കൺട്രോൾ, ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു പറഞ്ഞത്, ഇപ്പം എറർ കൺട്രോൾ. ഓക്കെ, ഇത് 3ഉം ഇതിൽ തേർഡ് വൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യാണ്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.